ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആളുകൾ ഇനി തുടങ്ങുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇനി റോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ അങ്ങ് ഇറങ്ങും, കുറേ യൂട്യൂബ് ചാനൽ തുടങ്ങി മറ്റുള്ളവരെ പേഴ്സണലി ഹറാസ് ചെയ്തുകൊണ്ടായിരിക്കും റോസ്റ്റിംഗ് ചെയ്യുന്നത്. എന്നെയാണ് ഒരാൾ ഇങ്ങനെ പറയുന്നതെന്ന് തുടങ്ങി ഞാൻ ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യും, ഞാൻ വേണമെങ്കിൽ കേസും കൊടുക്കും. അവിടെ ഒരാൾ ഫിസിക്കലി പ്രസന്റ് ആവാതെ അയാളെക്കുറിച്ച് പറയുന്നത് എനിക്ക് ഭയങ്കര ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയി. ആൻഡ് അതിനകത്ത് ഒരു നീല ഡ്രസ്സ് ഇട്ട ചേട്ടൻ, പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, നല്ല സെന്റിമെന്റ്സ് പിടിച്ചടക്കാൻ പറ്റിയ എന്തോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ബ്രോ, നോ കമന്റ്സ്. ആ പുള്ളിയോട് മാത്രം എനിക്ക് യോജിപ്പ് ഇല്ലായ്മ. കാര്യം വെച്ചാൽ ഒന്നാമത്തത് കുറച്ച് ബാഡ് വേർഡ്സ് ഉപയോഗിച്ചു. ഇംഗ്ലീഷിൽ ഈ തെറികളൊക്കെ ഉണ്ടല്ലോ, ഇറ്റ് സൗണ്ട്സ് കൂൾ, ഭയങ്കരമായി നമുക്ക് കൊള്ളൂല. എന്നാൽ ഈ സാധനം മലയാളത്തിലോട്ട് വരപ്പോൾ ഉണ്ടല്ലോ, സാധനം നമുക്ക് കൊള്ളും. മലയാളത്തിലെ തെറികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീനാണ്, ബ്രൂട്ടലാണ്. അമലിന്റെ ചാനലിൽ തന്നെ അമൽ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫണ്ണായിട്ട് കാണേണ്ട സാധനങ്ങളെ ഫണ്ണായിട്ട് എടുക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് സംഭവം പറയുന്നത്. ഫൺ അല്ലെങ്കിൽ റോസ്റ്റിംഗ് എന്നതിനെ പേഴ്സണൽ ഹറാസ്മെന്റ് ആക്കി എടുക്കാതിരുന്നാൽ മതി. യൂട്യൂബർ എന്നുള്ള നിലയ്ക്കല്ലാതെ ഒരു ഫേവറേറ്റ് ഹ്യൂമൻ ബീങ് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഷാസ് തന്നെയാണ്. ഭയങ്കര കിടലാണ്. ഒരു ഗ്യാങ്ങിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു എന്റർടൈനറാണ്. ഭയങ്കര രസമാണ് പുള്ളിയുടെ സംസാരം. അമ്മ മാത്രമേ സപ്പോർട്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും കുറച്ച് സീനായിരുന്നു. സ്വന്തം മോൻ ബികോം പഠിക്കാൻ വിട്ടപ്പോൾ ഒരു ഉച്ചയ്ക്ക് വന്നിട്ട് പറയണം ഞാൻ നാളെ തൊട്ട് ഫുൾ ടൈം യൂട്യൂബർ ആവാതെ. മണൽ വെച്ച് അടിച്ച് കയറ്റി തരാത്തത് ഭാഗ്യം. ഈ മീഷോ എന്നൊക്കെ 100 രൂപയ്ക്കുള്ള കുറേ ഗാഡ്ജറ്റ് ഒരു 5 മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല കണ്ടന്റാണ്. ചിലത് ഷോക്ക് അടിക്കും, ചിലത് പൊട്ടിത്തെറിക്കും, അങ്ങനെ ഭയങ്കര ഫണ്ണാണ്. 8-9 വർഷം മുന്നേ അയ്യോ ഇത് കൊള്ളാലോ, ഇതെന്താ ചെയ്യാത്ത? വേറെ പൈസ ഉണ്ടാക്കണം. ഞാൻ പണ്ട് പറയുമായിരുന്നു പാഷനാണ് എനിക്ക്. പാഷനും യൂട്യൂബ് എന്ന് പറയുന്നത് പാഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിൽ തന്നെ നിൽക്കുന്നത്. ഇത് ഒരു എക്സ്ക്ലൂസീവ് ആണ്. എക്സ്ക്ലൂസീവ് കോണ്ടന്റ്. ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ടുള്ളത് അമലാണ്. അമൽ എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് എനിക്ക് തോന്നുന്നു ഗാഡ്ജറ്റ്സ് വൺ ടെക് ടിപ്സ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് വൺ മലയാളം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് അല്ലേ? എങ്ങനെയാണ് ആക്ച്വലി ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നത്? എനിക്ക് തോന്നുന്നു 2017 ലൈക്ക് +2 കഴിഞ്ഞ സമയത്ത് 2017 എത്ര ഇയേഴ്സ് മുന്നേ? 7 years or 6 years? 7 years I guess. ചെറിയ ആ സമയത്ത് ഒരു ബ്രേക്കപ്പ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സിൽ തുടങ്ങിയ പരിപാടിയാണ്. അപ്പോഴാണ് നമ്മുടെ അണ്ണൻ ജിയോ ഫ്രീ ആക്കിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അമ്മൂമ്മയുടെ ആധാറൊന്നും ഇല്ലല്ലോ, അപ്പോൾ എൻ്റെ പേരിൽ എടുക്കാൻ പറ്റുമല്ലോ, 17 വയസ്സല്ലേ ഉള്ളൂ. അമ്മൂമ്മയുടെ ഒരു ആധാറൊക്കെ അടിച്ചു മാറ്റി നേരെ പോയി ഒരു ജിയോയുടെ സിമ്മും എടുത്തു. ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റ് ദിവസം 1 GB കിട്ടും. അപ്പോൾ അതിൻ്റെ പുറകിൽ ലൈക്ക് ആക്ച്വലി ജിയോ ആഴ്ചയിൽ ഓരോ പ്ലാനൊക്കെ ഇറക്കുമായിരുന്നു ആ സമയത്ത്. പിന്നെ അന്ന് നമ്മൾ ഈ 29 രൂപയ്ക്ക് 150 MB സ്ക്രാച്ച് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് 1 GB എന്ന് പറഞ്ഞപ്പോൾ സ്വർഗം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ഞാൻ ഈ പരിപാടി ചെയ്ത സമയത്ത് തന്നെ ജിയോയ്ക്ക് എന്തൊക്കെ ഓഫറുണ്ട്, ജിയോയ്ക്ക് കുറേ ഹിഡൻ ഓഫേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. 299 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 300 GB ഒക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ ആഴ്ചയിൽ ഈ അപ്ഡേറ്റുകൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ ചെയ്ത് പിന്നെ വാട്സപ്പ് അപ്ഡേറ്റ് കൊടുക്കാൻ തുടങ്ങി, പിന്നെ ഇൻസ്റ്റഗ്രാം അപ്ഡേറ്റ്സ് കൊടുക്കാൻ തുടങ്ങി, കുറേ ആപ്പുകൾ പരിചയപ്പെടുത്താൻ തുടങ്ങി, പിന്നെ എങ്ങനെ യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനായി, എങ്ങനെ വേറൊരാളുടെ ഫോൺ ചോർത്താനായി, അതിൽ പണി കിട്ടി. ആ വീഡിയോ യൂട്യൂബ് സ്ട്രൈക്ക് എന്ന് ഒതുക്കി തന്നെ. അതിനുശേഷമാണ് പിന്നെ പഠിക്കുന്നത് കൂടുതലായിട്ട് എന്താണ്. ഇങ്ങനെയാണ് കണ്ടന്റ് ക്രിയേഷനിൽ വന്നത് ബേസിക്. എന്നാൽ ഈ ടെക് ചെയ്യാം അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഐഡിയ സ്ട്രൈക്ക് ചെയ്തത് ഫസ്റ്റ് ടൈം യൂട്യൂബ് ആപ്പ് ഞാൻ ഓപ്പൺ ആക്കുന്നത് എൻ്റെ അടുത്ത് 10ാം ക്ലാസ്സിൽ ബയോളജി സാർ പറഞ്ഞു, പിറ്റേ ദിവസം സയൻസ് എക്സിബിഷനാണ്, അപ്പോൾ സയൻസ് എക്സിബിഷൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കണം, നിന്നിൽ ഞാൻ വലിയൊരു പ്രതീക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിട്ടപ്പോൾ ഒരു 4 കൂപ്പൺ വാങ്ങിച്ചു. 29 രൂപയുടെ 4 കൂപ്പൺ വാങ്ങിച്ച് എല്ലാം കൂടി ഒരുമിച്ച് റീചാർജ് ചെയ്തിട്ടാണ് ഞാൻ യൂട്യൂബ് എടുക്കുന്നത്. അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ വിശ്വാസം എന്ന് വെച്ചാൽ യൂട്യൂബിൽ കാണുന്ന എല്ലാം സത്യമാണെന്നാണ്. അപ്പോൾ ഒരാൾ നോക്കിയപ്പോൾ ആപ്പിൾ ഓറഞ്ചിൻ്റെ അകത്ത് 2 ചാർജിങ് കേബിൾ കണക്ട് ചെയ്തിട്ട് ഫോണിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ചാർജ് ആവുന്നു. ഞാൻ എന്ത് ചെയ്തു, ഇതൊക്കെ കണ്ട് വിശ്വസിച്ച് പിന്നെ അന്ന് രാത്രി എനിക്ക് ഫ്രൂട്ട്സ് വാങ്ങാനുള്ള സമയം ഉണ്ടായില്ല. അപ്പം പിറ്റേ ദിവസം എക്സിബിഷന് പോകുന്ന വഴിക്ക് ഒരു ഓറഞ്ചും ഒരു ആപ്പിളും മേടിച്ചുകൊണ്ടാണ് പോണേ. എൻ്റെ കയ്യിൽ കേബിൾ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു, അവിടെ ചെന്നിട്ട് ഇതെല്ലാം കണക്ട് ചെയ്ത് നോക്കുന്നു, ഒന്നും വർക്ക് ആവുന്നില്ല. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇതിനകത്ത് കള്ളത്തരമുണ്ട്, നല്ലതുമുണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യം യൂട്യൂബ് കാണുന്നത്. പിന്നീട് ആഫ്റ്റർ 11th ലൈക്ക് എന്നെ നല്ല വിശ്വാസമായതുകൊണ്ട് വീട്ടിൽ നെറ്റൊന്നും എടുത്തു തന്നില്ല. അപ്പോൾ 12th കഴിഞ്ഞിട്ട് ഈ ജിയോ ഫ്രീ ആയപ്പോഴാണ് നമുക്ക് ഇൻ്റർനെറ്റിലോട്ടുള്ള ആക്സസ് കിട്ടിയത്. അപ്പോഴാണ് യൂട്യൂബ് കയറി ലൈക്ക് എക്സ്പ്ലോർ ചെയ്തത്. പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്, ഗാഡ്ജറ്റ്സ് പോർട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പണ്ട് ബയോളജി ലാബിൽ പ്രൊജക്ടറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഞാനായിരുന്നു.
ഫയൽ കോപ്പി ചെയ്യാനും CD റൈറ്റ് ചെയ്യാനൊക്കെ പണ്ട് പോലെ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇഷ്ടമാണ് പണ്ട് പോലെ. എന്താണ് പഠിച്ചത്? ഞാൻ 12th കഴിഞ്ഞിട്ട് BCom കയറി, കമ്പ്യൂട്ടർ സയൻസ് 12th എടുത്തിട്ട് BComൽ കയറി, എന്നിട്ട് പാതിക്ക് വെച്ച് BCom നിർത്തി. ഒരു എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് മതിയായി. അതിനുശേഷം ഞാൻ BSc VFX എടുത്തു, അതും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. എന്നാലും ഓൾമോസ്റ്റ്. പിന്നെ BA സോഷ്യോളജി എടുത്തു. BA സോഷ്യോളജി എടുത്തു. പിന്നെ ഇപ്പോൾ ഇനി ഒന്നുകൂടി BCom പഠിച്ചുകൊണ്ടിരിക്കുക. അതെ, വേറെ ജോബ് എന്തെങ്കിലും യൂട്യൂബിംഗ് മാത്രം ഇതുവരെ ചെയ്തിട്ടില്ല, ഒരു ജോലിയും ചെയ്തിട്ടില്ല അതൊക്കെ ഇന്നേ വരെ. അപ്പൊ ഈ ഗാഡ്ജറ്റ്സ് റിവ്യൂ ചെയ്യില്ലേ, എത്ര നാൾ യൂസ് ചെയ്യുവോ അതോ എങ്ങനെയാണ് അത് റിവ്യൂ ചെയ്യുന്നത്? ചില പ്രോഡക്റ്റുകൾ നമ്മൾ ആദ്യം അൺബോക്സിങ്സ് മാത്രമേ കാണുള്ളൂ, അതുകൊണ്ട് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി, അത് അങ്ങനത്തെ വീഡിയോ ആണ്. എന്നാൽ റിവ്യൂ വീഡിയോ എന്ന് പറഞ്ഞിടുന്നതല്ല, നമ്മൾ യൂസ് ചെയ്ത് നോക്കണം എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് നോക്കണം. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഒരു മാസം യൂസ് ചെയ്ത് ഉള്ള റിവ്യൂ ആയിരിക്കും നമ്മൾ ഇടുന്നത്, എന്നാൽ ഇതിന്റെ ഇഷ്യൂ തുടങ്ങുന്നത് 2ാമത്തെ മാസം തൊട്ടായിരിക്കും. അതെ, എന്നാലും നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറയും. ഫസ്റ്റ് ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങാനുള്ള നമുക്കൊരു എമൗണ്ട് ഒപ്പിക്കാനൊക്കെ ഒരു പാട് വരത്തില്ലേ സ്റ്റാർട്ടിങ് ടൈമിൽ? അതെങ്ങനെയാ ഫസ്റ്റ് ഒരു ഗാഡ്ജറ്റ് വാങ്ങാം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫണ്ട് സെറ്റ് ചെയ്യും, അങ്ങനത്തെ പരിപാടികളൊക്കെ എങ്ങനെയാണ്? ഞാൻ ഇതുവരെ ഗാഡ്ജറ്റ് വാങ്ങിച്ച് റിവ്യൂ ചെയ്തിട്ടൊന്നുമില്ല. ഒന്ന്, ഞാൻ ആദ്യമായിട്ട് റിവ്യൂ ചെയ്യുന്നത് ആക്ച്വലി എനിക്ക് ക്യാമറ മേടിച്ച സമയത്ത് അതിൻ്റെ കൂടെ ഒരു ഹെഡ്ഫോൺ ഫ്രീ ആയിട്ട് കിട്ടി. അതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഗാഡ്ജറ്റ്. ഞാൻ ഈ ആപ്ലിക്കേഷൻസും വാട്സപ്പിൻ്റെയൊക്കെ റിവ്യൂസ് അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ അതിൻ്റെ ബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ചൈനയിൽ നിന്നൊക്കെ ആളുകൾ അയച്ചു തരാൻ തുടങ്ങി ഗാഡ്ജറ്റുകൾ, അലിബാബ, അലി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നൊക്കെ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ എൻ്റെ റിവ്യൂ യൂണിറ്റ് ഒരു കീബോർഡാണ്, ഗെയിമിംഗ് കീബോർഡാണ്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ഈ ഒരു യൂട്യൂബ് ചാനൽ അല്ലാതെ വേറൊരു ചാനലും കൂടി ഉണ്ട്. ഇല്ല, എനിക്ക് ഇഷ്ടംപോലെ ചാനലുണ്ട്. എനിക്കൊരു ഗെയിമിംഗ് ചാനലുണ്ട്, ഒരു വ്ളോഗിങ് ചാനലുണ്ട്. വ്ളോഗിംഗ് ചാനൽ ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്ളോഗിംഗ് ചാനലുണ്ട്. പിന്നെ എനിക്ക് ആ ചാനൽ അറിയില്ലായിരുന്നു കേട്ടോ. ഈ രണ്ട്, ഒന്ന് ഗാഡ്ജറ്റ്സ് വന്ന അത് നമുക്കറിയാം, അതല്ലാതെ ഈ ഒരു വ്ളോഗിംഗ് ചാനൽ ഇപ്പൊ കുറച്ച് ഒന്ന് 4-5 ദിവസമായിട്ട് ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ആയിരുന്നു, താഴെ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ചാനൽസിൽ അതിലെന്തൊക്കെ വീഡിയോസ് ആയിട്ട് അതിലെല്ലാം ഇടും, നമുക്ക് തോന്നിയതെല്ലാം ഇടും. അവിടെ ലൈക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളെ കുറ്റം പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറ്റം പറയും, ഒരാളെ നല്ലത് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ലത് പറയും, അഭിപ്രായങ്ങൾ പറയാനും അടി വാങ്ങാനും എല്ലാം ഉള്ള സ്പേസ് ആണ്. അടിയൊന്നും കിട്ടിയിട്ടില്ല, എയറിലാവും എപ്പോഴും. അതിനകത്ത് ഇപ്പൊ ഈ ഇടയായിട്ട് എന്തിട്ടാലും എയറിലാവുന്നു, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. അങ്ങനെ എയറിലായി 4 ദിവസമായിട്ട് ഇപ്പൊ ഉണ്ട് ഒരു വീഡിയോ. അല്ല, അതിന് മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പൊ ഒരു വീഡിയോ, ഒരു നെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കാം, ചെറിയൊരു സീനിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒന്ന് നല്ല രീതിക്ക് എയറിൽ കയറിയായിരുന്നു. പിന്നെ റീസെന്റ് ആയിട്ട് ഇട്ട അത് ഞാൻ ഇട്ടതിന് ശേഷം എനിക്കറിഞ്ഞൂടെ ആരൊക്കെയോ വീഡിയോ എടുക്കുന്നു. ഇപ്പൊ ഓരോ ആൾക്കാരുടെ വീഡിയോ കാണുമ്പോ എന്നെ കുത്തുന്നതാണ്. ആ വിഷയം അല്ല, ആക്ച്വലി ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ നോക്കിയപ്പോൾ എല്ലാവരും വീഡിയോ ഇടുന്നത്. ഇതിനകത്ത് ഓരോ ആൾക്കാർ അഭിപ്രായം പറയാനൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ എന്നെ കുത്തി പറയുന്നതാണോ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നെയല്ലേ പറയുന്നേന്നൊക്കെ. അല്ല, ഞാൻ ആ വീഡിയോ എടുത്തപ്പോ എനിക്കൊന്ന് ആദ്യം അതിനെപ്പറ്റി റിയാക്ട് ചെയ്ത കുറച്ച് പേരിൽ ഒരാളാണ്. അപ്പൊ ആ ഒരു റോസ്റ്റിംഗ്, ആ ഒരു സെഗ്മെന്റ് അതത്ര ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് അമൽ ഇട്ടത്. അത് എന്തുകൊണ്ടായിരുന്നു ഇഷ്ടപ്പെടാതിരുന്നത്? എനിക്കത് ഇഷ്ടപ്പെടാത്തതിന്റെ കാര്യം വെച്ചാൽ, റോസ്റ്റിംഗ് എന്ന പരിപാടിയും സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ നമ്മൾ ഈ മാറ്റ് റൈഫ് പോലെയുള്ള പല ഇംഗ്ലീഷ് ആളുകളുടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം റോസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാൽ സൂപ്പർ ടോക്സിക് ആണ്, അങ്ങേയറ്റം നമ്മളെ ഇല്ലാണ്ടാക്കി കളയുമെന്നുള്ളത്. ബട്ട് അവിടെ ഒരാൾ ഫിസിക്കലി പ്രസന്റ് ആവാതെ അയാളെ കുറിച്ച് പറയുന്നത് എനിക്ക് ഭയങ്കര ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി. ആൻഡ് അതിനകത്തൊരു നീല ഡ്രസ്സ് ഇട്ട ചേട്ടൻ, പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജിൽ പറഞ്ഞു കണ്ടിട്ട് മെസ്സേജ് അയച്ച കാര്യം എന്ന് വെച്ചാൽ, നല്ല സെന്റിമെന്റ്സ് പിടിച്ചടക്കാൻ പറ്റിയ കാര്യം എന്തോ ആണ്. ഞാൻ വേണമെങ്കിൽ മെസ്സേജ് കാണിച്ചു തരാം. അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു, സെന്റിമെന്റ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രോ, നോ കമൻറ്റ്സ് എന്ന് പറഞ്ഞു. ലൈക്ക് ആ പുള്ളിയോട് മാത്രം എനിക്ക് യോജിപ്പ് ഇല്ലായ്മ. കാര്യം വെച്ചാൽ, ഒന്നാമത്തത് കുറച്ച് ബാഡ് വേർഡ്സ് ഉപയോഗിച്ചു. ലൈക്ക് അവിടെ വന്നിരിക്കുന്നവർക്കും അറിയാം ഇത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഒരാളെ പേഴ്സണലി ഒഫൻസീവ് ആയിട്ട് തോന്നി. അത് ഒന്നാമത്തെ കാര്യം ഭയങ്കര ഒഫൻസീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ക്രൂ ഒബ്വിയസ്ലി അവർക്ക് വേറെ ആയിരിക്കും ഒബ്വിയസ്ലി. അല്ലാതെ അങ്ങനെ സ്പേസിൽ അവർ റിയാക്ട് ചെയ്യാറില്ലല്ലോ. കാരണം അതിനകത്ത് ഇരിക്കുന്നവരൊക്കെ നല്ല നാക്കുള്ളവർ തന്നെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം
ഇത് ആക്ച്വലി ഇത് നമ്മൾ ഓക്കെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആളുകൾ ഇനി തുടങ്ങുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് ഇനി റിയാക്ഷൻ ഇനി റോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ അങ്ങ് ഇറങ്ങും, കുറേ യൂട്യൂബ് ചാനലും തുടങ്ങി മറ്റുള്ളവരെ പേഴ്സണലി ഹറാസ് ചെയ്തുകൊണ്ടായിരിക്കും റോസ്റ്റിംഗ് ചെയ്യുന്നത്. ലൈക്ക് ഒരിക്കലും പേഴ്സണലി ഒരാൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ എന്നെയാണ് ഒരാൾ ഇങ്ങനെ പറയുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യും, ഞാൻ വേണമെങ്കിൽ കേസും കൊടുക്കും. ബിക്കോസ് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പേഴ്സണലി. അത് മേ ബി ഒരുപാട് ലൈക്ക് ഞാൻ വളർന്നു വന്ന സ്റ്റേജുകളിലെല്ലാം ഒരുപാട് ബുള്ളിങ്ങും ഒരുപാട് കളിയാക്കലും ഒരുപാട് മെൻ്റൽ ട്രോമയിലൂടെ കടന്നു പോയൊരു മനുഷ്യനായതുകൊണ്ട് എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് കൊള്ളും. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ഒരു സ്റ്റാൻഡിലാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ഓരോ ആൾക്കാർക്ക് ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അവരും പറഞ്ഞു. അതെ സിമ്പിൾ. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ഇപ്പം അമലിന്റെ ചാനലിൽ തന്നെ എനിക്ക് ഒരു റീൽ അമൽ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലർ റീലിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് അമൽ പറഞ്ഞൊരു സാധനം, ഒരു സെന്റൻസ് ഉണ്ട്, ഫണ്ണായിട്ട് കാണേണ്ട സാധനങ്ങളെ ഫണ്ണായിട്ട് എടുക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പോൾ പലർക്കും ഒരു വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് റോസ്റ്റിങ്ങും റിയാക്ടിങ്ങും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. പലപ്പോഴും അത് പുറം രാജ്യങ്ങളിലൊക്കെ സിമിലർ ആണ് കൈൻഡ് ഓഫ്. പക്ഷെ നമ്മുടെ സ്ഥലത്ത് ഈ റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി റിയാക്ടിങ് ആണ് ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സോ റോസ്റ്റിംഗ് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ലൈക്ക് റോസ്റ്റിംഗ് എന്ന ടേം ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്നത് ക്രിട്ടിസൈസിങ്, ഭയങ്കര ബ്രൂട്ടലി ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റിയാക്ട് ചെയ്ത് നമ്മളൊന്നും സംസാരിക്കുന്നു. ഓക്കെ, ആ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ആ ചെയ്തത് കൊള്ളാം. പക്ഷേ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൻ ആരടാ, അവൻ എവിടെ നിന്ന്, അങ്ങനെ നമ്മൾ ബ്രൂട്ടലി ഹറാസ് ചെയ്യല്ല, ബ്രൂട്ടലി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കണം. അല്ലെങ്കിൽ അയാൾ ചെയ്ത ആക്ടിനെയോ അയാൾ ചെയ്യുന്ന കാര്യത്തെയോ അയാൾ സംസാരിക്കുന്നതിനെയോ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കണം. അതാണ് ബേസിക്കലി ഈ റോസ്റ്റിങ്ങും റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ഇവിടെ പാളിപ്പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒന്നാമത്തെ വേറൊരു സംഭവം വെച്ചാൽ ഇംഗ്ലീഷിൽ ഈ തെറികളൊക്കെ ഉണ്ടല്ലോ, ഇംഗ്ലീഷിലെ തെറികളൊക്കെ ഇറ്റ് സൗണ്ട്സ് കൂൾ, ഇറ്റ് സൗണ്ട്സ് വെരി എന്താ പറയട്ടെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നൊരു സാധനം അല്ലാതെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഈ മൂവീസിലൊക്കെ കണ്ട് ലൈക്ക് അത് നമുക്കൊരു ഭയങ്കരമായിട്ട് നമുക്ക് കൊള്ളൂല. എന്നാൽ ഈ സാധനം മലയാളത്തിലോട്ട് വരപ്പോൾ ഉണ്ടല്ലോ, സാധനം നമുക്ക് കൊള്ളും. മലയാളത്തിലെ തെറികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീനാണ്, ബ്രൂട്ടലാണ്, അതിങ്ങനെ ഉരുട്ടിയൊക്കെയാണ് വെച്ച്. അപ്പോൾ അത് നമുക്ക് ഉറപ്പായിട്ടും ഫീൽ ചെയ്യും. ആൻഡ് ആളുകൾ ഫൺ അല്ലെങ്കിൽ റോസ്റ്റിംഗ് എന്നതിനെ പേഴ്സണൽ ഹറാസ്മെന്റ് ആക്കി എടുക്കാതിരുന്നാൽ മതി. ഇത് എനിക്ക് തോന്നുന്നു ആ ഒരു 4 days മുന്നേ തന്നെ അമലിട്ട ഡേ തന്നെയാണ് ഷസാം ഒക്കെ റിയാക്ട് ചെയ്തു. ഷസാമിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അത് കണ്ടിട്ട് എന്ത് തോന്നി? അമലിന്റെ ഒപ്പീനിയൻസുമായിട്ട് കൈൻഡ് ഓഫ് സിമിലർ ആണ്, ബട്ട് സ്റ്റിൽ കുറച്ചുകൂടി റോസ്റ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അതെ, ഷാസ് കുറച്ചുകൂടി റോസ്റ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. ആള് പറയുന്നുണ്ട് ചെയ്ത് തെറ്റായി പോയി എന്നുള്ളത് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് റോസ്റ്റിംഗ് എന്ന് എനിക്ക് ഒന്നാമത്തെ കാര്യം ആ ഒരു പാനൽ അത്രയും സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഇരുന്നിട്ട്, അതായത് ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിനെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാറ്റ് റൈഫ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. അതോടൊപ്പം തന്നെ ഈ താഴെ ഉള്ള ഈ മല്ലു സ്റ്റാൻഡപ്പ് കൊമേഡിയൻസും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹിന്ദിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻസ് തന്നെ കെനി സെബാസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര നന്നായിട്ടാണ് ചെയ്യണേ. അപ്പോൾ അതേപോലെ ഈ മലയാളികളെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. സോ അവരുടെ സ്റ്റാൻഡേർഡ് ഇവിടെ നിന്ന് അവർ സ്റ്റാൻഡേർഡ് വിട്ടത് ഇങ്ങ് താഴെ വന്ന് ആ ഒരു ഷോ ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. അത് ഞാൻ എക്സ്പ്രസ് ചെയ്തു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഷാസ് പറയുന്നതിലും കാര്യമുണ്ട്. ഷാസ് പറയുന്ന ഓരോ പോയിന്റും വാലിഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഷാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ആക്ച്വലി ഒരു യൂട്യൂബിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽസ് കണ്ടാൽ തോന്നുന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ തോന്നുന്നു. പക്ഷെ വീഡിയോ എടുത്ത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ കൂളാണ് എന്ന്. എനിക്കൊന്ന് ഈ തമ്മിലും പ്രൊമോയും ഞാൻ അമലിന്റെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അമൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പ്രൊമോയിൽ ഇടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ഈ പ്രൊമോ മാത്രം കണ്ട് കമന്റ് ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു. അവൻ നിന്നെ റിയാക്ട് ചെയ്തോണ്ടല്ലേടാ നീ ഇപ്പൊ ഒന്ന് റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് അറിയാം അതിനകത്തൊന്നുമില്ല. സെയിം ഷസാമിന്റെ ഇതുപോലെ ഒരു തമ്മിൽ കണ്ടാൽ നമുക്ക് തോന്നും ഓക്കെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് തോന്നും. പക്ഷെ വീഡിയോ കാണുമ്പോൾ ഓക്കെ ഫൈൻ കൂളാണെന്ന് മനസ്സിലാവും. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഞാൻ ഷാസിനെ വിളിച്ച് ചോദിക്കും, ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യാണ്, നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്യണേ. ഞാൻ ഇങ്ങനെ ഒരു തമ്മിൽ ഇടും. ശ്വാസം എല്ലാത്തിനും കൂളാണ്. ശ്വാസം ഇങ്ങനെ വിളിച്ചു പറഞ്ഞേ നീ ഇടടാ നീ ചെയ്യടാ. എന്താ വെച്ചാൽ ഇവന്റുകൾക്ക് കാണുന്ന സമയത്ത് ഇപ്പൊ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ആരെയും വിളിച്ച് സംസാരിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ ഒരു വല്ലാത്ത ടൈപ്പാണ്. കണക്ഷൻ കീപ്പ് ചെയ്യും. അത് ഞാൻ ഓവറായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ വഴക്കാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ല. എന്തോ പണ്ട് മുതലേ ഇങ്ങനെ
എന്താ ഞാൻ ഇങ്ങനെയാണൊക്കെ. അതെ, അതുകൊണ്ട് ഞാൻ വലുതായിട്ട് സംസാരിക്കില്ല. ഈ ഇവന്റുകൾക്കൊക്കെ പോകുമ്പം ഷാസിൻ്റെ അടുത്ത് സംസാരിക്കും. പിന്നെ ഷാസ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഗ്യാങ്ങിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു എൻ്റർടൈനറാണ്. ഭയങ്കര രസമാണ് പുള്ളിയുടെ സംസാരം. എനിക്ക് ലൈക്ക് യൂട്യൂബിലുള്ളതിലെ ഒരു ഹ്യൂമൻ ബീങ്, യൂട്യൂബർ എന്നുള്ള നിലയ്ക്കല്ലാതെ ഒരു ഫേവറേറ്റ് ഹ്യൂമൻ ബീങ് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഷാസ് തന്നെയാണ്. ഭയങ്കര കിടലോ, അത്രയ്ക്ക് ജെം ഓഫ് എ പേഴ്സൺ ആണ്. സത്യമാണ്. അത് ഷാസിൻ്റെ കൂടെ ഒരു അരമണിക്കൂർ ഒരാൾക്ക് സ്പെൻഡ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേഷനിൽ വന്നപ്പോൾ ഇതുപോലെ കുറേ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ തോന്നിയ ടെക്കീസ് കാണില്ലേ? കേരളത്തിലോ അതോ എന്തോ ആയിക്കോട്ടെ, കേരളത്തിൽ തന്നെ ആയിക്കോട്ടെ. കേരളത്തിലാരുമില്ല. ഇപ്പം കേരളത്തിലുള്ളത് മലയാളം ടെക്ക്, പുള്ളി ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം MKBHD, മിസ്റ്റർ ഹൂസ് ദ ബോസ്, ഇതേപോലെയുള്ള കുറച്ച് ഇൻ്റർനാഷണൽ യൂട്യൂബേഴ്സും. അതിനകത്ത് എനിക്ക് തോന്നുന്നു എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തത് മലയാളം ടെക്ക് തന്നെയാണ്, അജിത്ത് തന്നെയാണ്. അവൻ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അമൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആക്ച്വലി ഈ കോണ്ടന്റ് ക്രിയേഷൻ ഒന്നും ഇപ്പോഴത്തെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടി അല്ലായിരുന്നു, കുറച്ചുകൂടി സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ട. അതുപോലെ ഇപ്പോൾ പറഞ്ഞു എങ്ങനെ കുറച്ചുകൂടി ഒരു സ്ട്രഗ്ലിംഗ്, ലൈക്ക് ആരും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പരിപാടി അന്ന് ഭയങ്കര എളുപ്പമായിരുന്നു. തിരിച്ചാണോ? അന്ന് ഒരു വീഡിയോ ഇട്ട് ഞാൻ പെട്ടെന്ന് ക്ലിക്ക് ആവുന്നേ, പെട്ടെന്ന് വൈറലാവായിരുന്നു. പിന്നെ ആളില്ല. എന്നാൽ ഇത് ഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ഇങ്ങനെ ആരും യൂട്യൂബിൽ വന്നിരുന്ന് സംസാരിക്കുന്നില്ല. അപ്പം എല്ലാവരും ഒരു വേറൊരു രീതിയിലൊക്കെ നോക്കാനുള്ള ചാൻസസ് ആർ ദെയർ, റൈറ്റ്? ഇല്ലേ? ഇവൻ എന്തിനാ ഇപ്പൊ ഈ പരിപാടി എന്നുള്ള സ്കീമിൽ ആരും നോക്കിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അത് മാത്രമേ ഉള്ളൂ. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ലൈക്ക് 10% നല്ല മനുഷ്യരും ബാക്കി എല്ലാം ലൈക്ക് നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുമാണ്. അതിനകത്തുള്ള ഈ നല്ല 10% നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ടാകുന്നത്. ബാക്കി എല്ലാവരും പിന്നെ മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവം വെച്ചാൽ ക്രിട്ടിസൈസ് ചെയ്യും നല്ല രീതിക്ക്. പക്ഷേ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അയ്യോ കോമൻസ്, അവനെന്നെ അങ്ങനെ പറഞ്ഞു, അവനെന്നെ ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തോ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അവൻ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളത് നമുക്ക് ആലോചിക്കും, ചിന്തിക്കും. ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു ആ സമയത്ത്? ഫാമിലി വലിയ സീന് ആയിരുന്നു, ഭയങ്കര സീനായിരുന്നു. പിന്നെ അമ്മ മാത്രമേ സപ്പോർട്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും കുറച്ച് സീനായിരുന്നു. അത് പിന്നെ എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കൂലേ, അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. എന്തോ ഒരുത്തൻ വന്നിട്ട് സ്വന്തം മോൻ BCom പഠിക്കാൻ വിട്ടവൻ ഒരു ഉച്ചയ്ക്ക് വന്നിട്ട് പറയണം ഞാൻ നാളെ തൊട്ട് ഫുൾ ടൈം യൂട്യൂബർ ആവാന്ന്. കേട്ടോണ്ടിരിക്കുമോ? മടൽ വെച്ച് അടിച്ച് കയറ്റി തരാത്തത് ഭാഗ്യം. അത് ഒരു രീതിക്കൊക്കെ ഹാൻഡിൽ ചെയ്ത് പോയി. പിന്നെ അച്ഛൻ ഭയങ്കര ലേറ്റായിട്ടാണ് അറിഞ്ഞത്. അച്ഛൻ്റെ വിചാരം എനിക്കൊന്ന് ഒരു 3-4 വർഷം വരെ അച്ഛൻ്റെ വിചാരം ഞാൻ BCom പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അച്ഛൻ അറിഞ്ഞൂടെ ഞാൻ ഫുൾ ടൈം യൂട്യൂബർ. അച്ഛൻ അറിഞ്ഞില്ല. അച്ഛൻ നോക്കുമ്പോ ഞാൻ രാവിലെ ഇറങ്ങി പോകണുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അമ്മയും പറഞ്ഞിട്ടില്ല. നമ്മളൊരു സീക്രട്ട് ആയിട്ട് നമ്മൾ ഒരു ടേമിൽ അങ്ങ് അറിയാം. അച്ഛനൊരു യൂട്യൂബ് ചാനലുണ്ട്. ഓ അതെയോ? അച്ഛനപ്പോ സപ്പോർട്ടായി. ഫാമിലി ഈ ബാക്ക് ബിറ്റ് ചെയ്ത് പലരും ഇപ്പൊ അവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടാവും. ഇഷ്ടം പോലെ. അതിനകത്ത് സ്കൂളിലുള്ള +2 ഉള്ള ഫ്രണ്ട്സ് ഒക്കെയാണ് കൂടുതൽ. ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇപ്പൊ ഭയങ്കര ബിസി ലൈഫാണ് നമ്മളെല്ലാം ലീഡ് ചെയ്യുന്നത്. നമുക്കൊരു ക്ഷമയില്ല, നമ്മൾ പെട്ടെന്ന് സ്ക്രോൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്കൊക്കെ വരുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഇൻഫോർമേറ്റീവ് ആവുന്നതിന്റെ കൂടെ തന്നെ എന്റർടൈനിങ്ങും ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ആൾക്കാർ വാച്ച് ചെയ്യില്ല. അതെങ്ങനെയാണ് എൻഷുർ ചെയ്യുന്നത്? എൻ്റെയൊക്കെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഓവറായിട്ട് കോമഡി അടിച്ചു കഴിഞ്ഞാൽ ഫുൾ ചളിയാവും. എന്നാൽ ഒന്നും കോമഡി അടിച്ചില്ല. എൻ്റെ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പോയിന്റ് വരെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവൻ എന്തുവാണ് എയർ പിടിച്ചിരിക്കുന്നത്, ഇവന് ജാടയാണോ, ഇവൻ എന്താ ചിരിക്കൂലേ. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ടെക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. പിന്നീട് ഷാസ് വന്നിട്ട് ഇതിൻ്റെ മൊത്തത്തിലൊന്ന് സ്വിച്ച് ഇട്ടോ പോലെ കറക്കി. അതായത് എൻ്റർടൈൻമെൻറ്റിൻ്റെ കൂടെ ടെക്കും കൂടി ആക്കി. ചായ വിത്ത് ടെക്ക് ഭയങ്കര എൻ്റർടൈനിങ്, മൊത്തത്തിലൊന്ന് കാര്യം മാറ്റി. അതിനുശേഷം പിന്നെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഒരു കോമഡി സോഴ്സ് ഇല്ലാതെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റൂല ലിറ്ററലി. കാര്യം എന്തെങ്കിലുമൊക്കെ ചിരിപ്പിച്ചില്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് വേണം. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് അമലിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ക്യാമറാസിനെ പറ്റിയിട്ട്, അതായത് ലാപ്പിലും ഫോണിലും ഒക്കെ ഉള്ള ക്യാമറാസ് ഓൾവേസ് ഓഫ് ആയിരിക്കില്ല. എന്നിട്ട് അവൻ അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ഇതെടുത്ത് മൂടിയിട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വളരെ സീരിയസ് കൈൻഡ് ഓഫ് ഒരു സംഭവം. എനിക്ക് തോന്നുന്നു ഒരു 2020 വരെയുള്ള വീഡിയോസ് കുറച്ച് നല്ല സീരിയസ് ആയിട്ടുള്ള വീഡിയോസാണ്. അതിനുശേഷമാണ് ഞാൻ കുറച്ചുകൂടി ലിബറലായിട്ട് കുറച്ചുകൂടി കാഷ്വലായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ലൈക്ക് ഞാൻ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ആ സീരിയസ് ടെക്ക് എന്ന് പറയുമ്പോൾ അത്രയും സീരിയസ് ആയിട്ട് ഇരുന്ന് ചെയ്യണമെന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നീട്
നിലനിന്ന് പോകണ്ടേ, ജീവിക്കണ്ടേ, പൈസ ഇട്ടണ്ടേ, എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, അതായത് യൂട്യൂബിനെ പറ്റി ഞാൻ വായിക്കാം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് മേക്സ് കോണ്ടന്റ് ഡിഫറെന്റ് ഫ്രം അതർ മലയാളം യൂട്യൂബ്സ് എന്നാണ്. അങ്ങനെ ഇട്ടത്? അങ്ങനെ ഇട്ടാലല്ലേ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞാൻ ഓക്കെ, ഞാൻ അതിന് അതേപോലെ ഇട്ടുമാണ്. ഓക്കെ, ഷാസിനെയും ഇപ്പം മിസ്റ്റർ പെർഫെക്റ്റ് ടെക്കിനെയും പോലെ ഞാനും വീഡിയോ ചെയ്യും. എന്നിട്ട് ഞാൻ ആരെങ്കിലും നോക്കുമോ? നമുക്ക് പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന മേഖല കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആപ്പ് സീരീസ്, ഗെയിം സീരീസ്, ആൻഡ്രോയിഡ് ട്രിക്സ്, ഇൻസ്റ്റഗ്രാം ട്രിക്സ്, ഗാഡ്ജറ്റ് സീരീസ്. ലൈക്ക് ഇത് പൊതുവേ നമ്മുടെ ഇപ്പം ടെക് ഇൻഡസ്ട്രിയിൽ ആരും അങ്ങനെ ചെയ്ത് കാണുന്നില്ല. ഷാസ് ഫോൺസ് ആണ്, പിന്നെ മിസ്റ്റർ പെർഫെക്റ്റ് ടെക് ഫോൺസ് ആണ്, പ്രതാപ്ജി ടെക് ഫോൺസ് ആണ്, ശരത് ന്യൂട്ടൊക്കെ ഫോൺസ് ആണ്. ഇവരെല്ലാവരും ഫോൺസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആ ഗാഡ്ജറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ മീഷോ എന്നൊക്കെ 100 രൂപയ്ക്കുള്ള കുറേ ഗാഡ്ജറ്റ് ഒരു 5 എണ്ണം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല കണ്ടൻറ്റാണ്. പിന്നെ ചിലത് ഷോക്ക് അടിക്കും, ചിലത് പൊട്ടിത്തെറിക്കും, അങ്ങനെ ഭയങ്കര ഫണ്ണാണ്. പിന്നെ ആ സമയത്ത് അല്ല, ഞാനല്ലല്ലോ ബുക്ക് ചെയ്യുന്നത്, ആക്ച്വലി എൻ്റെ എഡിറ്ററാണ് അത് ഓർഡർ ചെയ്ത് തരുന്നത്. സർപ്രൈസ് ആയിട്ടാണ് ആ സാധനങ്ങളൊക്കെ കാണുന്നത്. ഒരുവിധമല്ല. അങ്ങനെയുള്ള ഈ കുഞ്ഞു കുഞ്ഞു ഗാഡ്ജറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടാറുണ്ടോ? ഇഷ്ടപ്പെടും, പക്ഷെ അതങ്ങനെ റെഗുലർ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പോൾ ഈ ടെക് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളായിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ AI-നെ പറ്റിയിട്ട് ഭയങ്കര മിക്സ്ഡ് റെസ്പോൺസസ് ആണ് വരുന്നത്. നല്ലതാണെന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്, മോശമാണെന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്. അമലിൻ്റെ ഒരു വ്യൂ പോയിന്റ് എങ്ങനെയാണ് ഈ AI-നെ പറ്റിയിട്ട്? ഇപ്പോൾ കറൻ്റ്ലി AI എന്ന് പറയുന്നത് ഇറ്റ്സ് കേപ്പബിൾ. ഒരു മോർ ദാൻ ഒരു സർട്ടൺ ലെവലിന് മേളിൽ ഭയങ്കര കേപ്പബിൾ ആണ്. ബട്ട് ഇപ്പോൾ ഉള്ള ബ്രാൻഡുകൾ ഈ AI എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് നമുക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടല്ലോ. ഇപ്പം നമ്മൾ AI എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ സംഭവമാണ്, AI നമുക്ക് വന്ന് ചോറ് വെച്ച് തരും എന്നുള്ള സെറ്റപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു സെല്ലിംഗ് പോയിന്റ് ആയിട്ട് എല്ലാവരും എടുക്കാറുണ്ട്. ഇപ്പോൾ സാംസങ് നോക്കിക്കഴിഞ്ഞാൽ S24-ൻ്റെ അകത്ത് ഗാലക്സി AI എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, OnePlus AI കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ഫോൺസും അവരുടെ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് AI മികവുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സെല് ചെയ്യുന്നുണ്ട്. ബട്ട് അടുത്ത ഒരു സർട്ടൺ പോയിന്റ് വരെ അതൊക്കെ കറക്റ്റാണ്. നല്ല രീതിക്ക് AI വർക്കൗട്ട് ആവും. AIക്കകത്ത് നമുക്ക് പലതരത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പം എത്രയൊക്കെ AI വന്നു കഴിഞ്ഞാലും എനിക്ക് സ്റ്റിൽ ഗൂഗിൾ എടുത്ത് ടൈപ്പ് ചെയ്യുന്നത് തന്നെയാണ് സുഖം. അതാ യൂസ്ഡ് ആയതുകൊണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു പാരഗ്രാഫ് റീഫ്രേസ് ചെയ്ത് തരിക, അല്ലെങ്കിൽ ഒരുപാട് അടുത്തുനിന്ന് സോഴ്സസ് നിന്ന് ഇൻഫർമേഷൻസ് എടുത്ത് കളക്ട് ചെയ്ത് തരിക. അതിലും ഇപ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ ഇപ്പം നമ്മൾ ഭയങ്കര ഓവർവെൽംഡ് ആണ്. ഇഷ്ടംപോലെ AI ആപ്സ് ഒരെണ്ണം. ഇപ്പം വോയിസ് റെപ്ലിക്കേറ്റ്, ഇപ്പം എൻ്റെ ഒരു ചെറിയൊരു 1 സെക്കൻഡുള്ള വോയിസ് വെച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഉപയോഗമുള്ളതുകൊണ്ട് ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് അറിയാലോ ഒരു AI സാധനം ഫോട്ടോയും വീഡിയോ ഒക്കെ ഫേക്ക് ചെയ്യുന്നത് നല്ല ചീത്തയുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഒരു സർട്ടൺ ഒരു കൺട്രോൾ വേണമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു AI-ക്ക് ഇപ്പോഴും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, ഇഷ്ടംപോലെ ലിമിറ്റേഷൻസ് ഉണ്ട്. AI എപ്പോഴും നമുക്കൊരു ത്രെറ്റായി വരാനുള്ള ചാൻസസ് ഉണ്ടോ? മോസ്റ്റ്ലി യെസ്. അല്ലാതെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ AI-നെ അവരൊരു കൺട്രോൾ ചെയ്ത് ഇത്ര മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്നുള്ള തരത്തിൽ നിർത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മേ ബി സ്വന്തമായിട്ട് കാര്യങ്ങൾ കണ്ട് അഡാപ്റ്റ് ചെയ്ത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യൂ എന്നുള്ളൊരു മേഖലയിലോട്ട് അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും നടക്കുന്നത് എല്ലാം എടുത്ത് അത് അഡാപ്റ്റ് ചെയ്ത് പഠിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കമ്പ്യൂട്ടേഴ്സ് വന്ന സമയത്ത് ഭയങ്കര ഒരു ഇഷ്യൂ ഇതുപോലെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അതായത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയും എന്ന് പറഞ്ഞു. പക്ഷെ അത് ഹാപ്പൻ ചെയ്തിട്ടില്ല. ആക്ച്വലി അത് യൂസ് ചെയ്യാൻ ആൾക്കാരെ വേണ്ടി വന്നു. അതുപോലെ റോബോട്ട്സ് വന്നപ്പോഴും ഇപ്പോഴും എനിക്കൊന്ന് റോബോട്ട്സിനെ പറ്റി പലർക്കും മിക്സ്ഡ് റെസ്പോൺസസ് ആണ് ഉള്ളത്. അതുപോലെ ഒരു സാധനമായിട്ട് വരികയാണ് AI എന്നും തോന്നുന്നു. AI എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ AI എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ഹ്യൂമൻ ഹെൽപ്പ് ഈസ് നീഡഡ്. അത് ഒരു എക്സ്റ്റൻറ്റിന് മേലിൽ അത് റോബോട്ട് പോലെ ആക്ട് ചെയ്യൂല. അപ്പോൾ ഒരു ഹ്യൂമൻ റെസ്പോൺസ് വേണം. എന്നാൽ ചില സിറ്റുവേഷനിൽ ഹ്യൂമൻ റെസ്പോൺസ് വേണ്ടാത്ത സാഹചര്യങ്ങളും ഉണ്ട്. ലൈക്ക് രണ്ട് വള്ളത്തിലും കാല് വയ്ക്കേണ്ടി വരും. അമൽ ഈ ഇൻഫർമേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഐഡിയ പിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ കോണ്ടന്റ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നത് എങ്ങനെയാണ്? പൊതുവെ നമ്മൾ സ്റ്റാഫ് എല്ലാവരുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ വരുന്നത് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ഈ കണ്ടന്റ് ചെയ്താൽ കൊള്ളായിരിക്കും, ആ കണ്ടന്റ് ചെയ്താൽ കൊള്ളായിരിക്കും. അങ്ങനെയാണ്. റെഫറൻസ് എടുക്കാറുണ്ടോ? ഇഷ്ടം പോലെ വേറെ യൂട്യൂബേഴ്സിൽ നിന്ന് എടുക്കാറുണ്ട്, വേറെ ഫോറംസിൽ നിന്ന് എടുക്കാറുണ്ട്, റെഡിറ്റിൽ നിന്ന് എടുക്കാറുണ്ട്, റെഡിറ്റ്, ട്വിറ്റർ, ഇതിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ എടുക്കാറുണ്ട്. ഇഷ്ടം പോലെ. ഒരാൾക്കൊരു ഡീസൻറ്റ് ഫോൺ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരുപാട് ഫോൺസ് ഉണ്ട്, നമുക്ക് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് ഫോൺസ് ഉണ്ട്. ഒരു ഡീസൻറ്റ് ഫോൺ ഒരു എത്ര റേഞ്ചിന് അണ്ടറിലായിരിക്കും നമുക്ക് കിട്ടുക? അത്യാവശ്യം നല്ല ഒരു 2-3 വർഷമൊക്കെ
നിൽക്കുന്ന ഫോൺ എങ്ങനെ വില 40,000 രൂപയ്ക്ക് താഴെയായിരിക്കും. ഒരു ഇൻ ബിറ്റ്വീൻ 30 to 40 ഇടയ്ക്ക്. 30-40. ബിലോ 30 അങ്ങനെ ഒരു ഫോൺ ഇല്ലെന്നാണ്. ബിലോ 30 ഫോണുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. മേ ബി ഡിസ്പ്ലേ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാമറ ആയിരിക്കാം, അല്ലെങ്കിൽ അതിനകത്തുള്ള സ്റ്റെബിലൈസേഷൻ ആയിരിക്കാം, സ്റ്റോറേജ് ആയിരിക്കാം, പ്രോസസ്സർ ആയിരിക്കാം. ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. എന്നാൽ ഈ ഒരു 30ക്ക് മേളിലോട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതിനകത്തൊന്നും സാക്രിഫൈസ് ചെയ്യേണ്ടി വരില്ല. എല്ലാം നമുക്ക് കിട്ടും ഓൾമോസ്റ്റ്. അത്യാവശ്യം ഇപ്പം ഡിസ്പ്ലേ എടുക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ, പ്രൊസസ്സർ എടുക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രൊസസ്സർ, സ്റ്റോറേജ് എടുക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റോറേജ്, അങ്ങനെ എല്ലാ ആസ്പെക്റ്റിലും നമുക്ക് പ്ലസ് പോയിന്റ് ആയിരിക്കും. എന്നാൽ ഈ ഒരു 30ക്ക് താഴോട്ട് പോകുന്ന സമയത്ത് ചില ഫോണുകളുണ്ട് നല്ല സ്പെക്ക് കൊടുക്കുന്നത്, സ്റ്റിൽ എന്നാലും നമ്മൾ നോക്കുന്ന സമയത്ത് താഴോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മളൊരു ഒരു കുറവ് എവിടെയെങ്കിലുമൊക്കെ അവർ കട്ട് ഓഫ് ചെയ്തിരിക്കും. അമലിന്റെ ഫേവറേറ്റ് ഗാഡ്ജറ്റ് എന്താ? മാക്ബുക്ക്. മാക്ബുക്ക് അതായിരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് വൺ ഓഫ് ദ പവർഫുൾ പോർട്ടബിൾ ഡിവൈസ്. ഫേവറേറ്റ് വൺ. കഷ്ടപ്പെട്ട് വാങ്ങിച്ചത്. പണിയെടുത്ത് വാങ്ങിച്ചത്. യൂട്യൂബിൽ നിന്ന് കിട്ടിയ റവന്യൂ കൊണ്ട് എടുത്തതാണോ? എല്ലാം. അതെ, എൻ്റെ കയ്യിലുള്ള എല്ലാം യൂട്യൂബിൽ നിന്ന് റവന്യൂ മാത്രം കിട്ടിയെടുത്താണ്. ഈ കോണ്ടന്റ് ക്രിയേഷൻ അല്ലാതെ വേറെ എന്തൊക്കെയാ ഹോബീസ് ഒക്കെ? പിയാനോ. ഓ, മ്യൂസിക് ഉണ്ട്. ഞാനൊരു കുറേ നാൾ ഇതിൻ്റെ പുറകെയായിരുന്നു, മ്യൂസിക്കിൻ്റെ പുറകെയായിരുന്നു. ഞാൻ വിചാരിച്ചത് 10ാം ക്ലാസ്സിലൊക്കെ ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആവുന്നതായിരുന്നു. ഇല്ല. മടുത്തോ? ഈ ഒരു കഴിവ് എവിടെയെങ്കിലും ഫ്ലോണ്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ 2-3 വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ആരും അറിയാത്തൊരു ചാനലുണ്ട്, അമൽ ഗോപാൽ എന്ന് പറഞ്ഞിട്ട്. അതിനകത്തൊരു 4 വീഡിയോ ഇട്ടിട്ടുണ്ട്. 4 വീഡിയോ. ഈ ഇന്റർവ്യൂ വഴി ആൾക്കാർ അറിയട്ടെ അമലിലെ മ്യൂസിഷ്യനെ. അമൽ ഗോപാൽ സെർച്ച് ചെയ്യുമ്പോൾ ആർക്കും അറിഞ്ഞൂടാ. ഞാനകത്ത് ഫോട്ടോ ഒന്നും ഇട്ടിട്ടില്ല, എൻ്റെ ഫോട്ടോ ഒന്നുമില്ല. 93 സബ്സ്ക്രൈബർ ഉണ്ട്. ഓ, 90. ഓ, ഫേസ് ഒന്നും ഇല്ലാതെ. 8-9 വർഷം മുന്നേ. അയ്യോ, ഇത് കൊള്ളാലോ. ഇതെന്താ ചെയ്യാത്തെ? ഇതേപോലെ കുറേ വീഡിയോസ് ഉണ്ട് ആക്ച്വലി. എനിക്ക് 4-5 വീഡിയോസ് ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ അമൽ ഗോപാൽ ചാനലിലും ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതടുത്ത് ആക്ച്വലി ഒരു ഇതെന്താ മുന്നോട്ട് കൊണ്ടുപോകാത്ത? നല്ല രസമുണ്ട് കേൾക്കാൻ. ഇത് മാത്രമേ പിയാനോ മാത്രമേ ഉള്ളൂ? അത് പിയാനോ, തബല. പാട്ട് പാടുമോ? ഇല്ല. എന്നാലും സത്യമായിട്ടില്ല. ചെറിയ കഴിവ്, ഒരു കഴിവില്ല. അതില് മാത്രം കിട്ടില്ല. സത്യമായിട്ട് അതിന് മാത്രം കിട്ടില്ല. അതിന് മാത്രം കഴിവൊന്നും കിട്ടിയില്ല. ഇതിൽ ഈ കൈ മുഖം ഒന്നും കാണിക്കാതെ കൈയിട്ട് വെക്കാന്നുള്ള ഐഡിയ അത് കാണണ്ടെന്ന് വിചാരിച്ചു ആദ്യം സ്റ്റാർട്ട് ചെയ്തതാണ്. ആദ്യം സ്റ്റാർട്ട് ചെയ്തത് 9 വർഷം ഒന്നായിരുന്നു. ഇപ്പോഴും ഇല്ല, ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ 9ാം ക്ലാസ്സിൽ എൻ്റെ ഒരു ഫ്രണ്ട് നവനീതുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് വീട്ടിൽ നിന്നൊരു 12,000 രൂപ വാങ്ങിച്ചൊരു ഷോർട്ട് ഫിലിം എടുത്തായിരുന്നു. ഷോർട്ട് ഫിലിം എടുത്തിട്ട് അത് പുറലോകം കണ്ടില്ല. ഇപ്പോഴും കണ്ടിട്ടില്ല. ഞാൻ തന്നെ കണ്ടിട്ടില്ല. ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോലും കണ്ടിട്ടില്ല. അല്ല, അവൻ ലൈക്ക് പേര് ഞാൻ മെൻഷൻ ചെയ്യാനില്ല, എന്നാലും എൻ്റെ ആ അരുമயான സുഹൃത്ത് അവൻ ഒരു ദിവസം എൻ്റെ അടുത്ത് ഔട്ട് ഓഫ് നോവെയർ പറഞ്ഞ് എനിക്ക് ഇത്ര പൈസ തന്നാലേ അവൻ എഡിറ്റ് ചെയ്യുള്ളൂ, എഡിറ്റ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ടെടുത്ത സാധനം. അവനൊരു വൈബില്ലെന്ന് എഡിറ്റ് ചെയ്യാൻ. ഇല്ല, അന്ന് കളഞ്ഞു. പിന്നെ അന്ന് അവനെയും കളഞ്ഞ് ഷോർട്ട് ഫിലിം എന്നുള്ളൊരു മോഹവും കളഞ്ഞു. ശരിക്കും പറഞ്ഞ അവനെയും കളഞ്ഞ് ഷോർട്ട് ഫിലിം എന്നുള്ള മോഹം കളഞ്ഞു. പേരൊന്നും ഇട്ടിട്ടില്ല. ആ സമയത്ത് പേരൊന്നും ഇട്ടിട്ടില്ല. ഷൂട്ട് ഞങ്ങള് അതൊരു ആക്ച്വലി ഒരു ആർമി ഓഫീസറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു സ്റ്റോറി ആയിരുന്നു, ഒരു ഫാമിലിയുടെ. സോ ബേസിക്കലി നമ്മൾ ആ സമയത്ത്, അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കന് ആരെങ്കിലുമൊക്കെ ക്യാമറയും ഒക്കെ റെൻറ്റിന് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ വീട്ടിൽ നിന്നൊക്കെ വെള്ള പേപ്പറിലൊക്കെ എഴുതി മേടിച്ച് വീഡിയോ ശ്രീധർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ട്രിവാൻഡ്രത്ത്. അവിടെ നിന്ന് റെൻറ്റിന് സാധനം കിട്ടും. വീട്ടിൽ നിന്ന് അമ്മേനെ കൊണ്ടൊക്കെ എഴുതി മേടിപ്പിച്ച് അമ്മയുടെ അച്ഛൻ്റെ ആധാർ കാർഡ്, എൻ്റെ ആധാർ കാർഡ് എല്ലാം വെച്ച് ഞാൻ സാധനങ്ങൾ എടുത്തു. ഗിംബൽ, അതുപോലെ തന്നെ സ്റ്റഡി ക്യാം,
ഒരു ക്യാമറയും ലെൻസും ഇതെല്ലാം യൂസ് ചെയ്യാൻ അറിയാമായിരുന്നു ആ സമയത്ത്. ആർക്കറിയാം, അന്നല്ലേ പഠിക്കണേ, ജീവിതത്തിൽ കാണുന്നതിന് അന്നാ. അതെല്ലാം കൂടി വാരി പെറുക്കി എടുത്തുകൊണ്ട് ട്രെയിനിൽ കയറി കായംകുളത്ത് പോയി കഷ്ടപ്പെട്ട് ഒരു ദിവസം മൊത്തം നിന്ന് ഷൂട്ട് ചെയ്ത് 9th പഠിക്കുമ്പോൾ ഷൂട്ട് ചെയ്ത് വീട്ടിൽ പ്രശ്നമായി അച്ഛൻ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ടൂർ പോയിരിക്കുന്നു സ്കൂളിൽ നിന്ന്. അയ്യോ എന്നിട്ട് പാവം അച്ഛനും ഇതൊക്കെ ഇപ്പോഴായിരിക്കും അറിയുന്നത്. ഇതിലൂടെ ആയിരിക്കും അറിയുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ തേച്ചു. അന്ന് ഞാൻ ഷോർട്ട് ഫിലിം നിർത്തി, അവനെ നിർത്തി. അങ്ങനെ പറയരുത്. ഇനി നമുക്ക് ഈ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ അല്ലെങ്കിൽ മ്യൂസീഷ്യൻ എന്നുള്ള ഒരു സൈഡ് ആയിക്കോട്ടെ, ട്രോമ ആലോചിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ. അപ്പൊ ഈ യൂട്യൂബില് ഈ ടെക് വീഡിയോസ് ഇടുന്ന അമലല്ല ശരിക്കുള്ള അമൽ, ഒരു കലാകാരൻ ഒളിച്ചിരിക്കും. കലാകാരനെന്നോ എനിക്ക് വയ്യ, കലയൊക്കെ കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കായിരുന്നു ഒരു പോയിന്റ്. ഇതൊക്കെ എന്നാ ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റുക? അയ്യോ ഇനി ഇനി ഉണ്ടാവും. എനിക്കൊന്ന്, ഞാൻ ആദ്യം തബലയാണ് സ്റ്റാർട്ട് ചെയ്തത് പഠിക്കാനായിട്ട്. ആദ്യം സ്റ്റാർട്ട് ചെയ്തത് വയലിൻ, പിന്നെ തബല, പിന്നെ പിയാനോ, ഇങ്ങനെയാണ് പോയത്. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പിയാനോ പ്രാക്ടീസ്. അപ്പൊ കാണാനൊരു ചാൻസ്. പിയാനോ നമുക്ക് എന്റെ ഒരു പേഴ്സണൽ റിലാക്സേഷന് വേണ്ടിട്ട് വല്ലപ്പോഴേക്ക് എടുത്ത് വായിക്കുന്നത്. എന്തായാലും ഇനി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എന്താണ് ഫ്യൂച്ചർ ഗോൾസ്? എന്താണ് ഫ്യൂച്ചർ ഗോൾസ്? ലൈക്ക് എനിക്ക് കംപ്ലീറ്റ്ലി ഇതൊന്ന് ഒരു മീഡിയ കമ്പനി ആക്കി ഡെവലപ്പ് ചെയ്തെടുത്താൽ കൊള്ളാമെന്നുണ്ട്. കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്നൊരു 10-15 ഒക്കെ യൂട്യൂബ് ചാനലിൽ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ ഉൾപ്പെടെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ അവർക്ക് വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫ്യൂച്ചർ ഗോൾ. അതിന്റെ കൂടെ തന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. പിന്നെ എനിക്കൊരു കൺസൾട്ടൻസി ഉണ്ട്, അപ്പോൾ അതും കൂടി ഡെവലപ്പ് ചെയ്യും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇതെല്ലാം കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ജീവിക്കണ്ടേ? ഇതിൽ കൂടി ജീവിക്കാം. അതെ, വേറെ പൈസ ഉണ്ടാക്കണം. അതെ, എല്ലാവരുടെയും ആഗ്രഹം അതാണ്. അതെ, എല്ലാവരും അതിനല്ലേ നടക്കുന്നത്. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും സത്യം ഉള്ളതുപോലെ പറയണ്ടേ. ഞാൻ പണ്ട് പറയുമായിരുന്നു, പാഷനാണ് എനിക്ക്. പാഷനൊക്കെയാണ്, പാഷൻ ഉള്ളതുകൊണ്ടാണ്. പാഷനും യൂട്യൂബ് എന്ന് പറയുന്നത് പാഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിൽ തന്നെ നിൽക്കുന്നത്. ഈ ക്യാമറ ഫേസ് ചെയ്യാന്ന് പറയുന്നത് എല്ലാവരും കൂടെ പറ്റുന്ന കാര്യമല്ല. ആക്ച്വലി പറഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പൊ എനിക്ക് ആക്ച്വലി ഐ എം വണ്ടറിങ്, ലൈക്ക് 7 years or 6 years മുന്നേ എങ്ങനെയാണ് ആ ഒരു ധൈര്യം കിട്ടിയത്? അല്ലെങ്കിൽ ഇത് സ്വന്തം എനിക്കൊക്കെ ആണെങ്കിൽ എന്റെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ക്രിഞ്ച് തോന്നും. അയ്യോ, ഇപ്പോഴും എനിക്ക് ക്രിഞ്ച് തോന്നും. അപ്പൊ അത് അപ്ലോഡ് ചെയ്യാനുള്ള ആ ധൈര്യം എങ്ങനെ വന്നതെന്ന് ഞാൻ വണ്ടർ ചെയ്യുന്നു. അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ കാണരുത്, അപ്ലോഡ് ചെയ്തിട്ട് അതുവഴി അങ്ങ് പോകണം. അപ്ലോഡ് ചെയ്യണമല്ലോ, അപ്ലോഡ് ചെയ്യണം. ഇപ്പം വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ലൈക്ക് ചില സമയത്ത് വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ മൈക്ക് അല്ലെങ്കിൽ സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് കാണും. എൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു പണ്ട്, പക്ഷെ പിന്നീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നാളെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി, നല്ല സൗണ്ടാണെന്ന്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് വരെ, അതിന് മുന്നേ വരെ ഞാൻ വെച്ചാൽ കണ്ണടച്ചൊക്കെ ഇരിക്കുമായിരുന്നു ചില സമയത്ത്. ഇപ്പോഴും നിങ്ങളിപ്പോൾ എൻ്റെ പഴയ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി ഓടും. അങ്ങനെ ഭയങ്കര ഡിഫറൻസ് ആണ്. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ 4 years മുന്നേ ഉള്ള വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ആണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലൈക്ക് ഒരു വീഡിയോ, ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് ആപ്പാണ്, ആർക്കറിയാം ഏതാപ്പ്. എന്നിട്ട് ഇപ്പോൾ കുറച്ചുകൂടി ലൈക്ക് ഇപ്പോൾ കോൺഫിഡൻ്റ് ആണ്. എനിക്കിപ്പോൾ ഒരു ഏത് സ്റ്റേജ് വന്നാലും ഞാൻ അതെ എക്സ്പീരിയൻസ്. ക്യാമറ 10 ക്യാമറ ഉണ്ട്. പിന്നെ ഞാൻ ഈ കണ്ണാടിയുടെ മുന്നിൽ വെച്ച് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഡെവലപ്പ് ചെയ്തത്. ഒന്നിലും പോയിട്ടില്ല. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു തവണ, ഇത് ഒരു എക്സ്ക്ലൂസീവ് ആണ് കേട്ടോ, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ്സിൽ പഠിക്കപ്പോൾ എന്നെ ഒരു സ്കിറ്റിന് ചേർത്തു ടീച്ചർമാരെല്ലാം കൂടി. എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു സ്കിറ്റിൽ. അതിനകത്ത് എനിക്കൊരു പട്ടാളക്കാരൻ്റെ വേഷമാണ് കിട്ടിയത്. പക്ഷെ എൻ്റെ അമ്മ എവിടെയൊക്കെ പോയിട്ടും പട്ടാളക്കാരൻ്റെ ഡ്രസ്സ് കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ഒരു ഞാൻ അന്നത്തോടെ സ്കിറ്റും സ്റ്റേജിൽ കയറുന്നത് തന്നെ വെറുതെ, എനിക്ക് ട്രോമയാണ്. അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റേജിൻ്റെ അകത്തോട്ട് കയറി, അപ്പോഴത്തേക്കും എനിക്ക് ഡ്രസ്സില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇതിന് മുന്നേ ഒരു സ്കിറ്റുണ്ട്, അതിനകത്തൊരു പോലീസുകാരനുണ്ട്. അപ്പോൾ പോലീസുകാരൻ്റെ ഔട്ട്ഫിറ്റ് അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഊരി എനിക്ക് തരാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഊരി തന്നിട്ട് എനിക്ക് എവിടെയെങ്കിലും മാറി നിന്നൊക്കെ തുണി മാറാനുള്ള അവസരം ഉണ്ടാവുമെന്ന്. എനിക്കൊരു ആയ ഉണ്ടായിരുന്നു. ആ ആൻറ്റീനെ ഞാൻ ഇപ്പോഴും സ്മരിക്കുന്നു. പുള്ളിക്കാരി എന്തെന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഒരു ക്രഷ് ഉണ്ടായിരുന്നേ ആ സമയത്തൊക്കെ. എനിക്ക് എല്ലാ പെമ്പിളാരും ക്രഷ് ആയിരുന്നു ആ സമയത്ത് 1ാം ക്ലാസ്സിൽ. ക്രഷ് ഉണ്ടായിരുന്നു. എന്ത് പറയാൻ.
ആ പിള്ളേരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ തുണി എല്ലാം കൂടി ഊരി ഈ പോലീസുകാർ, അതെ, പോലീസുകാരൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് തന്നു. പോലീസുകാരൻ്റെ ഡ്രസ്സ് ഇട്ട് തന്നതോ ഒരു മടൽ അല്ല തൊടൽ വെച്ച് കെട്ടിയാൽ പോലും അതിരിക്കില്ല പാൻറ്റ്. എന്നിട്ട് എനിക്കുണ്ടായിരുന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ 2 കൈയും വെച്ച് ഇങ്ങനെ വീശണം. ഞാൻ കൈ വയ്ക്കായിരുന്നു. ഞാൻ പിന്നെ ഒരു വിധത്തിൽ ഇതിലെ പിടിച്ച് കയറ്റി കൈയൊക്കെ ആട്ടി ഇറങ്ങി വന്നു. അന്നത്തോടെ സ്കിറ്റ് നിർത്തി ഡ്രാമ നിർത്തി, ആ പരിപാടികൾ നിർത്തി. അത് കഴിഞ്ഞിട്ട് 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിൽ ഒരു ഡാൻസ് കളിക്കാൻ കയറി. ആടും കിട എന്നെ സുത്തി, മറ്റേ പാട്ടില്ലേ. അപ്പം സ്റ്റേജിൽ പോയിട്ട് ലൈക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് അത് മാത്രമേ ഓർമ്മയുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എല്ലാ പിള്ളേരും ഉണ്ട്, ലൈക്ക് ഭയങ്കര വലിയ ക്രൗഡുണ്ട്. അവിടെയുള്ള സ്കൂളിലെ ടീച്ചർമാരുടെ പിള്ളേർ, കുറേ പെൺപിള്ളേർ, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ബോയ്സാണ്, ബോയ്സിൻ്റെ ഒരു ഡാൻസാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, സ്റ്റേജിനകത്തേക്ക് കയറി. അപ്പോൾ പാട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി. ആടുങ്ങിട എന്നെ സുത്തി, അതിലെ ഒരു സ്റ്റെപ്പ് ഞാൻ ഇട്ടു. ബാക്കി എല്ലാവരും സ്റ്റേജിൽ നിന്നു. ഞാൻ അവിടെ ചെറുകി അങ്ങ് നേരെ സ്റ്റേജിന് പുറത്ത് പോയി. സത്യം, ലൈക്ക് ഞാൻ ആ സ്റ്റെപ്പ് ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നീട് ഞാൻ തറയിൽ കിടക്കുന്നതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതെന്താ സംഭവം വെച്ചാൽ, ആ ഒരു ഷോയ്ക്ക്, ആ ഒരു ഡാൻസിന് തൊട്ട് മുന്നേ അവിടെ ഒരു ചെറുക്കൻ തബല വായിക്കാൻ വന്നു. എന്നിട്ട് ഈ തബലയിൽ കുറച്ച് സ്മൂത്തായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് പൗഡർ ഇടും. ഈ അലവലാതി എന്തോന്നു ഇത്, ആ പൗഡർ എല്ലാം കൂടി അവനെ എണീറ്റ് പോകുന്ന സമയത്ത് തട്ടി അവിടെ ഇട്ടിട്ട് അങ്ങ് പോയി. അത് ലൈക്ക് വുഡൻ സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി നമ്മൾ പോയി കഷ്ടകാലത്തിന് ഞാൻ തന്നെ അവിടെ വരികയും ചെയ്തു. അന്ന് ഡാൻസ് നിർത്തി, സ്റ്റേജ് നിർത്തി, എല്ലാം നിർത്തി. പിന്നെ കയറിയിട്ടേ ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വൃന്ദവാദ്യത്തിന്, കലോത്സവത്തിന് 10 പഠിക്കപ്പം എനിക്ക് ഫസ്റ്റ് ആയിരുന്നു. വേറെ ആരും മത്സരിക്കില്ലായിരുന്നു സ്കൂളിൽ നിന്ന്. വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ ടീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തന്നെ ഫസ്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സബ് ജില്ലയിലോട്ട് പോയപ്പോൾ അവിടെ നിന്ന് തോറ്റു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഥാപ്രസംഗത്തിനും കയറി. കഥാപ്രസംഗത്തിന് കാതികിൻ്റെ കൂടെ മറ്റേ തബലയായിരുന്നു. അതും നമ്മുടെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് കിട്ടി. സബ് ജില്ലയിൽ കയറി, അവിടെ നിന്ന് തോറ്റു വന്നു. മുബഷീർ എന്നായിരുന്നു നമ്മുടെ കാതികിൻ്റെ പേര്, ഞാൻ അവനെ ഓർക്കുന്നു. അതെ, ഒരു ബഡ്ഡിംഗ് ആർട്ടിസ്റ്റിനെ ഞാൻ തന്നെ നുള്ളിക്കളഞ്ഞു. വളർന്നു വരരുതായിരുന്നു, നാടിനൊരു ആപത്തായിരുന്നു. ഈ ആർട്ടിസ്റ്റിനെ ഞങ്ങൾ പുറത്ത് കാണാൻ പറ്റട്ടെ. അയ്യോ വേണ്ട. എന്തായാലും I had a nice time with you. Thank you so much for coming. No problem. എന്തായാലും ഫ്യൂച്ചർ ഒക്കെ വളരെ ബ്രൈറ്റ് ആവട്ടെ. ഈ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. താങ്ക് യു. ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി.